നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ ചരക്ക് കപ്പൽ പാലത്തിലിടിച്ചുണ്ടായ അപകടത്തിലേക്ക് നയിച്ച കാരണം തേടുകയാണ് ലോകം. എഞ്ചിൻ തകരാർ, സ്റ്റിയറിംഗ് തകരാർ, മറ്റു മാനുഷികമായ പിഴവുകൾ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവാമെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദങ്ങളും ശക്തമായി ഉയരുന്നു. അപകടത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ സൈബർ ആക്രമണമാവാം എന്നതാണ് ഗൂഢാലോചന ആരോപിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന കാരണം. 300 മീറ്റർ നീളമുള്ള കപ്പൽ സൈബർ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആൻഡ്രൂ ട്വീറ്റ് ചെയ്യുന്നത്. 9 മില്യൺ ഫോളോവേഴ്സാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കുള്ളത്. ലൈറ്റുകൾ അണയുകയും പാലത്തിന് നേർക്ക് മനഃപൂർവ്വം തിരിക്കുകയുമായിരുന്നുവെന്നാണ് ആൻഡ്രൂ ട്വീറ്റ് ചെയ്യുന്നത്. തീവ്രവാദി ആക്രമണം എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ബാൾട്ടിമോർ പോലീസിന്റെ കമ്മീഷണർ അറിയിച്ചെങ്കിലും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ തീവ്രവാദമെന്ന വാദവും ഉയരുന്നുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നതാണ് മറ്റൊരു വാദം. ഇസ്രയേൽ ഫലസ്തീൻ വെടിനിർത്തലിനായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വോട്ടിംഗിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നതിന്റെ പേരിൽ നടന്ന ആക്രമണമാവാം ഇതെന്നാണ് ആരോപണങ്ങളിൽ മറ്റൊന്ന്. അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിക്കാതിരുന്നതിന് ഇസ്രയേൽ നൽകിയ മറുപടിയാണിതെന്നും വാദമുയരുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിലേക്ക് നയിക്കാൻ പോകുന്ന സംഭവം എന്നുൾപ്പെടെ ബാൾട്ടിമോർ കപ്പൽ അപകടത്തെക്കുറിച്ച് വാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സിഗ്രീഡ് മറൈൻ ടെർമിനലിൽ നിന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:24 യാത്ര തുടങ്ങിയ 48 മീറ്റർ വീതിയുള്ള ഡാലി കപ്പൽ യാത്ര തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ ഗതി മാറുകയായിരുന്നു. കപ്പലിലെ വെളിച്ചമണയുകയും പുക ഉയരുകയും ചെയ്തു. പിന്നാലെ പാലത്തിന്റെ തൂണിലിടിക്കുകയായിരുന്നു. ഇന്നലെ പ്രാദേശിക സമയം 1:30 അപകടമുണ്ടാവുന്നത്. ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ ഡാലി ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിൽ ഇടിക്കുകയായിരുന്നു. പാലത്തിന് മുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ പടാപ്സ്കോ നദിയിലേക്ക് വീണു. തിരച്ചിലിന്റെ ദൈർഘ്യവും ജലത്തിന്റെ താപനിലയും കണക്കിലെടുത്താൽ കാണാതായ തൊഴിലാളികളെ ജീവനോടെ കണ്ടെത്താൻ സാധ്യതയില്ലെന്നാണ് US കോസ്റ്റ് ഗാർഡിന്റെ റിയർ അഡ്മിറൽ ഷാനൽ ഗിർവത്ത് പറയുന്നത്. നിർമ്മാണ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. ഒരാളെ ഗുരുതര പരിക്കുകളോടെ തൊട്ടടുത്തുള്ള ട്രോമ സെന്ററിലേക്ക് കൊണ്ടുപോയി. രണ്ടാമത്തെ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചിന്തിക്കാൻ കഴിയാത്ത ദുരന്തമെന്നാണ് ബാൾട്ടി മേയർ ബ്രാൻസ്കോട്ട് പറയുന്നത്. തുറമുഖത്തെ ആശ്രയിച്ച് 15,000 തൊഴിലവസരങ്ങൾ ഉള്ളതുകൊണ്ടും ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ പാലത്തെ ആശ്രയിക്കുകയും ചെയ്തതിനാൽ ഫെഡറൽ ഗവൺമെന്റ് ഇതിന്റെ പുനർനിർമ്മാണത്തിന് പണം നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അമേരിക്കയുടെ കിഴക്കൻ കടൽത്തീരത്തെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ബാൾട്ടിമോർ. കപ്പലിനുണ്ടായ വൈദ്യുതി തടസ്സമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യക്കാരായ 22 കപ്പൽ ജീവനക്കാരുടെയും സമയോചിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചെന്നും ഗവർണർ വെസ്മൂർ പറഞ്ഞു. നിയന്ത്രണം വിട്ട ഉടൻ തന്നെ കപ്പലിൽ നിന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയിരുന്നെന്ന് അന്വേഷണത്തിൽ വ്യക്തമാണ്. മുന്നറിയിപ്പിന് പിന്നാലെ പാലത്തിലേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കാനായത് അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇടയാക്കിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. സിംഗപ്പൂർ പതാകയുള്ള ഡാലി എന്ന സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.